നിങ്ങളുടെ ജീവിതത്തെയും ബിസിനസ്സിനെയും വേറെ ലെവലിലാക്കുന്ന ഒരു സൂപ്പർബ് ഐഡിയയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. നമുക്കെല്ലാവർക്കും സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിനെ കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചൊക്കെ അറിയാമല്ലോ. മറ്റു മീഡിയകളിൽ പരസ്യം ചെയ്യുന്നത് പോലെ അല്ല സോഷ്യൽ മീഡിയയിൽ പരസ്യം ചെയ്യുന്നത്. കാരണം നമ്മുടെ പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുന്ന മനസ്ഥിതിയുള്ള ആളുകളെ സോഷ്യൽ മീഡിയയ്ക്ക് അറിയാം. മറ്റ് ടെലിവിഷൻ, ന്യൂസ് പേപ്പർ തുടങ്ങിയ മീഡിയകൾക്കൊന്നും അത് അറിയത്തില്ല. അവരെല്ലാം കാടടച്ച് പിടിവെക്കുകയാണ്. എന്നാൽ സോഷ്യൽ മീഡിയയ്ക്ക് അതല്ല. നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റ് അറിയാം. നമ്മളൊക്കെ എന്തൊക്കെയാണ് സെർച്ച് ചെയ്യുന്നത്, എന്തൊക്കെയാണ് സ്ഥിരമായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്നതെന്നൊക്കെ സോഷ്യൽ മീഡിയയ്ക്ക് അറിയാം. അപ്പോൾ നമ്മൾ പണം കൊടുത്ത് ഒരു പരസ്യം സോഷ്യൽ മീഡിയയിൽ ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങാൻ സാധ്യതയുള്ള ആളുകളിലേക്കാണ് സോഷ്യൽ മീഡിയ ആ പരസ്യത്തെ എത്തിക്കുന്നത്. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. പക്ഷേ സോഷ്യൽ മീഡിയ പരസ്യം ചെയ്തിട്ടുള്ള ആളുകളിൽ എത്ര ശതമാനം പേർക്ക് ഇത് സാധിച്ചിട്ടുണ്ട്, എത്ര ശതമാനം പേര് ബിസിനസ്സിൽ വിജയിച്ചിട്ടുണ്ട് എന്നൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഞാൻ തീർച്ചയായിട്ടും ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. ഞാനൊരു സർവേ തന്നെ നടത്തിയിട്ടുണ്ട്. എൻ്റെ സ്വന്തം നിലയിൽ ഒരു സർവേ തന്നെ നടത്തിയിട്ടുണ്ട്. വളരെ ചുരുക്കം പേരെ വിജയിച്ചിട്ടുള്ളൂ. അതിന് ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാനായി ശ്രമിക്കുന്നത്. നമ്മൾ സാധാരണ എത്ര രൂപയ്ക്കാണ് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാറുള്ളത്? ഞാനൊരു എക്സാമ്പിൾ പറയാം. പലരും ഏറ്റവും ലോവർ റേറ്റിലാണ് ചെയ്യാറുള്ളത്. ഹയർ റേറ്റിൽ ചെയ്യണമെന്ന് ഞാനും റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം കൂടുതൽ എമൗണ്ടിൽ പരസ്യം ചെയ്തതുകൊണ്ട് കൂടുതൽ ലീഡ് കിട്ടണമെന്നോ നല്ല ലീഡ് കിട്ടണമെന്നോ ഇല്ല. ഞാനൊരു കണക്ക് പറയാം. നിങ്ങൾ പെർ ഡേ 300 രൂപയ്ക്ക് പരസ്യം ചെയ്യുന്നു എന്ന് കരുതുക. നിങ്ങളുടെ പ്രോഡക്റ്റ് ഒരു മാസത്തേക്ക് എത്ര രൂപ വരും? 9,000 ടാക്സ് കൂട്ടി എറൗണ്ട് 10,000 ചിലവാകും അല്ലേ? ശരാശരി ഒരു ദിവസം പ്രൊഡക്റ്റ് കൂടി നല്ലതാണെങ്കിൽ, നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടൻറ്റും നല്ലതാണെങ്കിൽ ഒരു 15 ലീഡൊക്കെ ഒരു ദിവസം വരാം. ചില പ്രൊഡക്ട്സിന് അതിലും കൂടുതൽ വരാം കേട്ടോ. ചിലതിന് അത്രയും വരണമെന്നില്ല. അത് പ്രൊഡക്റ്റിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എങ്കിലും ഒരു 15 ലീഡ് കൂട്ടിക്കോളൂ. അങ്ങനെയാണെങ്കിൽ ഒരു മാസം 450, 500 കൂട്ടിക്കോ. 500 ലീഡ് നിങ്ങൾക്ക് ഒരു മാസം ലഭിക്കാൻ 10,000 രൂപയുടെ അഡ്വർടൈസ്മെൻറ്റ് മതിയാവും. ഇനി മുൻ വീഡിയോകളിലൊക്കെ ടെലികോളിംഗ് ടെക്നിക്സ് ആണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ 500 ലീഡുകളെ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ക്ഷമിക്കാം, നിങ്ങൾ ഫോൺ എടുത്തവരെ വിളിക്കാൻ പോവുകയാണോ? അങ്ങനെ ചെയ്താൽ അല്പനാളുകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും. നിങ്ങളുടെ ബിസിനസ്സിനോടും പ്രോഡക്റ്റിനോടും നിങ്ങൾക്ക് തന്നെ ആവേശനായി പോകും. കാരണം ഒരുത്തനും വേണ്ടല്ലോ എന്ന് തോന്നും. ഒന്നും ക്ലോസിങ് സംഭവിക്കാൻ പോകുന്നില്ല. എത്ര മികച്ച ടെലികോളിംഗ് എബിലിറ്റി നിങ്ങൾക്കുണ്ടെങ്കിലും അനുഭവസ്ഥരുണ്ടാവും നമ്മളിൽ പലരും. ചെയ്യേണ്ടതല്ല. ഈ വരുന്ന ആളുകളെ വിളിക്കാൻ നിങ്ങളുടെ വിലപ്പെട്ട സമയമോ നിങ്ങളുടെ സ്റ്റാഫിൻ്റെ സമയമോ ഒന്നും കളയരുത്. കാരണം എന്താ അറിയുമോ? ഇത് പലരും ക്വാളിഫൈഡ് ലീഡ്സ് അല്ല. ആദ്യം നമ്മൾ ഇവരൊന്ന് ക്വാളിഫൈ ചെയ്യണം. അതിന് ഇന്നത്തെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കാം. വാട്സപ്പ് ചാറ്റ് ബോട്ടുകൾ ഉപയോഗിച്ച് ചാറ്റിലേക്ക് അവർ നയിക്കുക. അങ്ങനെ സ്ക്രീൻഡ് ആയിട്ട് വരുന്ന ഒരു ചെറിയ പേഴ്സൻറ്റേജ് ആളുകളുണ്ടാകും. അവരെ മാത്രമേ നമ്മളോ നമ്മുടെ സ്റ്റാഫോ വിളിക്കാൻ പാടുള്ളൂ. അല്ലാതെ എല്ലാവരെയും സ്റ്റാഫിനെ കൊണ്ട് വിളിപ്പിച്ചാൽ നിങ്ങൾ ആ സ്റ്റാഫിനെ വെറുക്കും. സ്റ്റാഫ് ജോലി ഇട്ടേച്ച് പോകും. ഇനി കൂടുതൽ സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്താൽ അത്രയും പേരുടെ ശമ്പളം കൊടുത്ത് നിങ്ങൾ മുടിയും. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. വാട്സപ്പ് ചാറ്റ് ബോട്ട് വഴി ഒരു സ്ക്രീനിങ് നടത്തിയ ശേഷം വരുന്ന ക്രീം ആയിട്ടുള്ള ആളുകളെ മാത്രമേ നിങ്ങളോ സ്റ്റാഫോ വിളിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി 500 ലീഡ് വന്നു. നമ്മൾ വാട്സപ്പ് ചാറ്റ് ബോട്ട് ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ എത്ര പേര് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ടൈപ്പ് ചെയ്ത് കൂടുതൽ വരുമെന്നറിയാവും? ഏകദേശ കണക്ക് പ്രകാരം എൻ്റെയും അനുഭവത്തിൽ പറയുകയാണെങ്കിൽ 500 ലീഡ് കിട്ടിയാൽ 25 പേരെ ചാറ്റ് ബോട്ടൊക്കെ ഫോളോ ചെയ്ത് വരികയുള്ളൂ. ബാക്കി 475 പേര് അത് ചെയ്യില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? അവരെ അങ്ങോട്ട് മറന്നു കളഞ്ഞേക്ക്, ഉപേക്ഷിക്കുക. വേസ്റ്റാണത്. അതുങ്ങളെ വിളിച്ച് നിങ്ങളുടെ മനസമാധാനവും സമയം ഒന്നും കളയരുത്. ഈ വരുന്ന 25 ക്രീമാണ്. അവരെ വിളിക്കാനാണ് ഈ പറഞ്ഞ സോ കോൾഡ് സെയിൽസ് ടെക്നിക്കും ടെലികോളിംഗ് മെത്തേഡ്സും ഒക്കെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ 25 പേരുമായി നമ്മൾ ഇൻറ്ററാക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൽ എത്ര സെയിൽസ് കിട്ടുമെന്ന് അറിയാമോ? അതിന് ഏറ്റവും കുറഞ്ഞ ഇത് തന്നെ പറയാം, 5 സെയിൽസ് നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് കിട്ടും. അപ്പോൾ 500 ലീഡിൽ നിന്നും 5 സെയിൽസ്, ശരാശരി 100 ലീഡിൽ നിന്ന് ഒരു സെയിൽ കിട്ടും. പക്ഷേ ഈ 500 പേരെ നിങ്ങൾ വിളിക്കാൻ പോയാൽ ഈ 5 സെയിൽ കിട്ടത്തില്ല. കാരണം ഈ 500 പേരിൽ ക്വാളിറ്റിയുള്ള ഈ 5 പേര് ആരൊക്കെയാണ് ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. എന്നാലോ 25 പേരിൽ നിന്ന് ഈ 5 പേരെ നമുക്ക് കണ്ടെത്താൻ കഴിയും. 25 പേര് നമ്മുടെ ചാറ്റ് ബോട്ടിൽ കമൻ്റ് ഒക്കെ ചെയ്ത് വന്നവരല്ലേ, അവർ ക്വാളിഫൈഡാണ്. അതിൽ നിന്നും ഈ 5 എണ്ണത്തിനെ കണ്ടെത്താൻ പറ്റും.
ഇനി നിങ്ങൾക്ക് ഒരു മാസം 5 സെയിലും മതിയോ? കൂടുതൽ വേണോ? ഒരു മാസം 50 സെയിൽ വേണോ? എങ്കിലേ നിങ്ങൾ 1 ലക്ഷം രൂപയ്ക്ക് ആഡ് ചെയ്യണം. പിശുക്കരുത്. ബിസിനസ്സാണ്. കാശ് എറിഞ്ഞാലേ കാശ് കിട്ടത്തുള്ളൂ. അവിടെയും സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ പെർ ഡേ 300 രൂപയ്ക്ക് ചെയ്തിരുന്ന ആഡ് കുറച്ച് എമൗണ്ട് കൂട്ടി, അത് 1000 രൂപയ്ക്കോ 1500 രൂപയ്ക്കോ കൂട്ടി 1 ലക്ഷം രൂപ തികച്ചു. 3000 രൂപ ഇൻറ്റു 10, 300ൻ്റെ 10 ഇരട്ടി, 3000 രൂപയ്ക്ക് ചെയ്താൽ 1 ലക്ഷം രൂപ വരും. പക്ഷേ ലീഡ് കിട്ടത്തില്ല. ലീഡ് 500 എന്നുള്ളത് ചിലപ്പോൾ 700 1000 അത് നിങ്ങൾക്ക് നഷ്ടമുണ്ടാകും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ആരും ഒരുപക്ഷെ നിങ്ങളോട് പറഞ്ഞ് തന്നിട്ടില്ലാത്തൊരു കാര്യമായിരിക്കാം. ചിലർക്ക് അറിയാൻ പറ്റും, അവരും ചെയ്ത് കാണില്ല. നിങ്ങൾ ഡിഫറെൻറ്റ് ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ചുരുങ്ങിയത് ഒരു 10 ആഡ് അക്കൗണ്ടെങ്കിലും ഒരു ബിസിനസ്സുകാരന് വേണം. ഇപ്പം ഞാൻ പറഞ്ഞത് അണ്ടർലൈൻ ചെയ്ത് കേൾക്കുക. ചുരുങ്ങിയത് ഒരു 10 ആഡ് അക്കൗണ്ടെങ്കിലും ഒരു ബിസിനസ്സുകാരന് വേണം. ഒരുപാട് ഫേസ്ബുക്ക് പേജസ്, ഇൻസ്റ്റ എല്ലാം വേണം. എന്നിട്ട് 10 ആഡ് അക്കൗണ്ടിൽ പരസ്യം ചെയ്ത് നോക്കൂ. പെർ ഡേ 300 രൂപ വെച്ച്. അപ്പോൾ 1 ലക്ഷം രൂപ ചിലവരില്ലേ? അപ്പോൾ കിട്ടുന്ന ലീഡ് 500 ആയിരിക്കില്ല, 5000 ആയിരിക്കും. ഈ 5000 ലീഡിൽ 250 പേര് ചാറ്റ് ബോട്ടൊക്കെ ഫോളോ ചെയ്ത് വരും. അതിൽ അത്രയും നല്ല കസ്റ്റമേഴ്സ് 50 കസ്റ്റമേഴ്സ് കിട്ടും. ഇനി നിങ്ങൾക്ക് പെർ മന്ത് 100 സെയിൽ വേണം. നിങ്ങൾ 2 ലാഖിന് ചെയ്തോളൂ പരസ്യം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, വല്ല മുകേഷ് അംബാനിയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അയാൾ 1 ലക്ഷം ആഡ് അക്കൗണ്ടിലായിരിക്കും പരസ്യം ചെയ്യുക. അങ്ങനെയല്ല പെട്ടെന്ന് മാർക്കറ്റ് പിടിക്കുന്നത്. ഇതാണ് മെത്തേഡ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്, അതിൽ പിഴവ് വരുത്തരുത്. നിങ്ങൾക്ക് ആ സെയിൽസിൽ ഇനഫ് മാർജിൻ ഉണ്ടായിരിക്കണം. അല്ലാതെ താൻ ചത്ത് മീൻ പിടിക്കാൻ പോകരുത്. ഇനഫ് മാർജിൻ ഉണ്ടെങ്കിൽ ഒരു മാസം നിങ്ങൾക്ക് എത്ര സെയിൽ വേണം? നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആകാൻ, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാനും നിങ്ങളുടെ ബിസിനസ്സിന് നാളെ ഒരു ഗ്രോത്ത് ഉണ്ടാകാനും നിങ്ങൾക്ക് എത്ര സെയിലാണ് വേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിക്കുക. അതനുസരിച്ച് പണമെറിഞ്ഞ് ആഡ് ചെയ്യുക. പിന്നെ അനാവശ്യ എക്സ്പെൻഡിച്ചർ ഒഴിവാക്കുക. വെറുതെ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് ക്യാഷ് കളയരുത്. വളരെ സെൻസിബിളായിട്ട് ഇങ്ങനെ ചെയ്യുക. മോഡേൺ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുക. പണ്ടൊക്കെ മനുഷ്യർ ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇന്ന് മെഷീൻസാണ് ചെയ്യുന്നത്. നമ്മൾ മെഷീനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുക. വെറുതെ സ്റ്റാഫിനെ അപ്പോയിൻ്റ് ചെയ്ത് കോസ്റ്റ് നഷ്ടപ്പെടുത്തരുത്. അപ്പോൾ ഇനഫ് മാർജിൻ ഉണ്ടാകണം, പ്രോഫിറ്റബിൾ ആകണം, പണം എറിഞ്ഞ് കളിക്കണം. നിങ്ങൾക്ക് വലിയ വിജയം ഉറപ്പാണ്. അതോടൊപ്പം സെയിൽസിൻ്റെയും ടെലികാളിങ്ങിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും ടെക്നിക്സ് കൂടി അറിഞ്ഞാൽ സൂപ്പർബായിരിക്കും.